ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ നോക്കാം. ഇപ്പം നിഫ്റ്റി എന്ന് നോക്കുകയാണെങ്കിൽ അത്ര ബുള്ളിഷ് അല്ല, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. പോസിറ്റീവ് തന്നെ, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, പിന്നെ ഡൗൺ ആയി, പിന്നെ അത് വീണ്ടും ലാസ്റ്റ് ഒരു ചെറിയ പോസിറ്റീവായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അത്ര റിവേഴ്സ് ആയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നല്ല റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നിഫ്റ്റി വേറൊരു ഡയറക്ഷൻ, അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ബുള്ളിഷ്നെസ് കാണിച്ചു, അതേസമയം നിഫ്റ്റി കുറച്ചൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസം രണ്ടിൻ്റെയും ഡയറക്ഷൻ മാറി മാറി വരുന്നതാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടീഷൻ. ഓക്കെ, സെൻസസ് 491 പോയിന്റ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 21,650. റിയാലിറ്റി സെക്ടർ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 6.6% കയറിയിരിക്കുന്നു. പവർ ഇൻഡെക്സ് 2% കയറി. ബാങ്ക്, ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ ഹെൽത്ത് കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ 0.5 to 1% കയറിയിട്ടുണ്ട്. സോ ബിഗസ്റ്റ് ഗെയിനർ ആയത് ബജാജ് ഫിനാൻസ്, ബിഗസ്റ്റ് ലൂസർ ആയത് BPCL. ബെസ്റ്റ് സെക്ടർ നിഫ്റ്റി മിഡ് ക്യാപ്പും, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT ആകുന്നു. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ ശോഭ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ്. എത്ര പേര് എടുത്തിട്ടുണ്ട് എന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും അല്ലേ. 15.70% 1 ഡേയിൽ തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചവർക്കൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതുപോലെ ബോറോസിൽ കയറി എന്നിട്ട് കുറച്ചൊരു ഡൗൺ പോയിട്ടുണ്ട്. ബോറോസിലും അതുപോലെ ബന്ധൻ ബാങ്ക്, ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലായിരുന്നു. ഓക്കെ, 2.72% വരുന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. അതിൽ ഫസ്റ്റ് പറയേണ്ട സ്റ്റോക്ക് തന്നെ ബോറോസിൽ റിന്യൂവബിൾസ് തന്നെയാണ്. ഇപ്പോൾ അത് കറൻ്റ്ലി 486 റുപ്പീസിൽ വന്നിട്ടുണ്ട്. 4.27% ആണ് ഉയർന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് ടാർഗറ്റ് 570 ആണ്. MTAR ടെക്നോളജീസ് 2189 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 2208 അപ് ട്രെൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. 2208 പോകുമ്പോൾ. ഓക്കെ, ദെൻ കോൾ ഇന്ത്യ 385 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 440 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൈസിൽ നിന്ന് ഒരു 6 to 7% പ്രോഫിറ്റ് ഒക്കെ കോൾ ഇന്ത്യയിൽ കിട്ടിക്കാണ്. നമ്മൾ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഇനിയും ഉയരും. 440 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്ക ലബോറട്ടറീസ് 1110 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1350 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുക. ദെൻ ടെസ്കോപ്പ് ഒന്നും ട്രേഡ് കിട്ടിയിട്ടില്ല ഇന്ന്. ദെൻ GMM പിഫ്ലോഡർ, അതും സെയിം കണ്ടീഷൻ തന്നെ, അപ് ട്രെൻഡ് വരും. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പക്രാഞ്ചി 21 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇതൊരു പെന്നി സ്റ്റോക്കാണ്, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഡിസ്ക്ലൈമർ. ഓക്കെ, പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് റിസ്ക്കിയാണ്. ബട്ട് എന്നാലും 1 ഡേയിൽ 10.23% റിട്ടേൺസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ 19 റുപ്പീസിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വേഗം 30 ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ 21 വരെ എത്തിക്കഴിഞ്ഞു, ഏകദേശം ടാർഗറ്റിന് അടുത്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ടാർഗറ്റ് 30-39 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ, നല്ല വോളിയവും പ്ലസ് ബ്രേക്ക്ഔട്ട് ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. 57% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു പെന്നി സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റോക്ക് DCM ശ്രീരാം 1141 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക്ഔട്ട് ഇത് രണ്ടും ഉണ്ട്. സോ 1120 എടുക്കാമെന്ന് അപ്പോഴേ പറഞ്ഞു. ഇപ്പോൾ 1141 എത്തിക്കഴിഞ്ഞു. സോ നെക്സ്റ്റ് ടാർഗറ്റ് 1400 ആണ്. 22% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രിസിഷൻ വയേഴ്സ് 130 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. 7.363% ഉയർന്നിട്ടുണ്ട്. 132 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 150 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് 170 വരെ പോകാൻ സാധ്യതയുണ്ട്. 30% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ടൈം ഫ്രെയിം 2 weeks to 1 month ആണ്. ഓക്കെ, ദെൻ റൊസാരി ബയോടെക് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പല പ്രാവശ്യം ബ്രേക്ക്ഔട്ടിന് വേണ്ടി
അപ്പോഴും നമ്മൾ 1000 തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ടാർഗറ്റ് 1000 തന്നെയാണ്. കാരണം ഡിസംബർ 1-ാം തീയതി നമ്മൾ 760 റുപ്പീസിലുണ്ടായിരുന്നപ്പോൾ 1000 പറഞ്ഞതാണ്. അത് ഇപ്പോൾ 820 എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ടാർഗറ്റിന് അടുത്തായി 1000 എത്തിയേക്കും. സോ 22% ആണ് റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഡിസംബർ 1-ാം തീയതിയിലുള്ള വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഈ ഒരു സ്റ്റോക്ക് അപ്പോൾ 760 ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ 1000 എത്തും എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് NCC ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് 215 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, NCC 22% വരെ റിട്ടേൺസ് പ്രതീക്ഷിക്കാം. 215 ടാർഗറ്റ്. അപ്പോൾ ഈ 5 സ്റ്റോക്കിലാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, സോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ റെക്കമെൻഡേഷൻസ് എല്ലാം നിങ്ങൾ ഓണായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ ഇതിലുള്ള വാലുവേഷൻ, ഫണ്ടമെൻ്റൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡിസ്കൗണ്ടിലുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ 3 സ്റ്റോക്കുകൾ വാല്യൂ ഫോർ മണിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ഓക്കെ, അത് ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. അതിൽ ഗാബ്രിയൽ ഇന്ത്യ ഈ ഒരു സ്റ്റോക്കാണ്. 401 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ സ്റ്റോക്ക് ഇപ്പോൾ വാല്യൂ ആണെന്ന് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ 401 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡിസംബർ ആ ഒരു ടൈമിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 440 റുപ്പീസിലായിരുന്നു. സോ 9% ഡിസ്കൗണ്ടിൽ ഈ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട്. 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 112% ആണ്. മൾട്ടി ബാഗർ റിട്ടേൺസ് ആണ് വന്നിരിക്കുന്നത്. മാത്രമല്ല വരുമാനം നല്ല ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻകം, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. സോ ഗാബ്രിയൽ ഇന്ത്യയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഡിസ്കൗണ്ട് സ്റ്റോക്ക് നിങ്ങൾ മേടിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നല്ല ബെസ്റ്റ് ഡിസ്കൗണ്ടിലാണ്. 1 ഇയറിൽ കണ്ടോ 112% റിട്ടേൺസും 5 ഇയേഴ്സിൽ 177. ഫിനാൻഷ്യൽ വൈസ് നല്ല ഉയരുന്ന ഒരു സ്റ്റോക്കാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് വൈസ് ബെറ്റർ സ്റ്റോക്കാണ്. ഇനി സെക്കൻഡ് സ്റ്റോക്ക് GMM Pfaudler. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് കറൻ്റ്ലി ഇപ്പോൾ 1553 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സെപ്റ്റംബർ മന്ത് 2023 നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 1896 ആണ്. അതായത് ഏകദേശം 18% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. 5 ഇയേഴ്സിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 294% ആണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും നല്ല ഗ്രോയിങ് ആയിട്ട് വരുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം വർദ്ധിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ്. സോ ഈ സ്റ്റോക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗബ്രിയൽ ഇന്ത്യ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇവർ മെയിനായിട്ട് ഈ ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ഓക്കെ, ആനന്ദ് ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. 1961 മുതലുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ GMM Pfaudler. സോ ഇവരുടെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ നോക്കുക. ഇതിൽ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മെയിനായിട്ട് കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ. സോ മിക്സിംഗ് സിസ്റ്റം, ഫിൽട്രേഷൻ, ഡ്രൈയിങ് എക്യുപ്മെൻറ്റ്, ഹെവി എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ക്യാപിറ്റൽ ഗുഡ്സ്, നോൺ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ 8th പ്ലേസിൽ വരുന്നു. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് വരുന്നത് ഈ ഒരു സുപരിചിത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ്. സോ ഇവർ 1985 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ലാർജസ്റ്റ് സപ്ലയർ ആണ് മെക്കാനിക്കൽ കേബിൾസിൽ വരുന്നത്. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് എക്സ്പോർട്സിൽ മെയിനായിട്ട് ഈ ഓട്ടോ ആൻസിലറി എക്സ്പോർട്ടിൽ വരുന്ന സ്റ്റോക്കാണ്. സോ 394 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ജൂലൈ 2023 ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിയാൽ 446, ഏകദേശം 11% ഡിസ്കൗണ്ടിലാണ് വരുന്നത്. 1 ഇയറിൽ 20% റിട്ടേൺസും 5 ഇയേഴ്സിൽ 78% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റോക്കാണ് വാല്യൂ ഫോർ മണി, അതായത് ഡിസ്കൗണ്ടിൽ 3 ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ എന്നാൽ നല്ല ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് ഉള്ള
സ്റ്റോക്കുകളുമാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു ടിക്കർ ടേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനർ വെബ്സൈറ്റിൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നോക്കുക. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നോക്കിയാൽ 17%, 5 ഇയേഴ്സിൽ 75%. ഫിനാൻഷ്യൽ വൈസുള്ള ഗ്രോത്ത് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഇനി ബാങ്കിങ് സ്റ്റോക്കിൽ എസ്പെഷ്യലി കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് 12 മന്ത്സിലൊക്കെ നമുക്ക് നല്ല ഉയരാൻ സാധ്യതയുള്ള ബാങ്കിങ് ഓഹരികൾ പറയാമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്കിൽ 50% വരെയൊക്കെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഈ ഒരു സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. 162 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 249% ആണ്, 249 റുപ്പീസാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 15% വരെ ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്സ്, ഈ ഒരു സ്റ്റോക്ക് 274 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 402, ഏകദേശം 49% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു ബാങ്ക് സ്റ്റോക്കാണ് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് ICICI ബാങ്ക്. പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, നല്ല ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാം. ബാങ്കിങ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാം. നല്ല ഡിവിഡൻ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. സോ ടാർഗറ്റ് 1190 റുപ്പീസാണ്, 21% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ കർണാടക ബാങ്ക് 12 മന്ത്സിൻ്റെ ടാർഗറ്റാണ് പറയുന്നത്. ഓക്കെ, 12 മന്ത്സ് ഹോൾഡ് ചെയ്താൽ നല്ല ഗ്രോത്ത് വരും. 237 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 279 280 ആ ഒരു റേഞ്ചിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 18% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് HDFC ബാങ്ക്. ഓക്കെ, 1691 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1952 വരെ പോകും. 16% ഉയരാൻ സാധ്യതയുള്ള പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് HDFC. സോ ഈ ഒരു സ്റ്റോക്കും ഈ 5 സ്റ്റോക്കിലാണ് ബാങ്കിങ് സ്റ്റോക്കുകളിൽ നല്ല ഉയരാൻ സാധ്യത, അതായത് ഏകദേശം 15 to 50% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. സോ എല്ലാം റെക്കമെൻഡേഷനും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ജസ്റ്റ് കേട്ടിരിക്കുക. ഇതിലെല്ലാത്തിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ മേജറായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ റിസ്ക് എല്ലാം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് മാൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കാണ്. കറൻ്റ്ലി 299, 3.57% ഉയർന്നിട്ടുണ്ട്. 304 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ 2 to 1 മന്ത് ടൈം ഫ്രെയിമിൽ വരുന്ന സ്റ്റോക്കിലാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 284 വെക്കുക. പ്രഭുദാസ് ലീലാധർ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് 318 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. 336 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 312 വെക്കുക. പ്രഭുദാസ് ലീലാധർ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. RVNL റെയിൽ വികാസ് നിഗം. സോ ഈ ഒരു സ്റ്റോക്ക് കറൻ്റ്ലി 186 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 200 നമ്മൾ നേരത്തെ സൂൺ 200 റീച്ച് ആവുന്ന ആ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് അവരും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 182. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് പോളിപ്ലെക്സ് കോർപ്പ്. 1131 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1290 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് 1050. ഓക്കെ, ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ ക്യാപ്സൈറ്റ് ഇൻഫ്രാ പ്രോജക്ട്സ് 285 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 307 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 253 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക.
കോതാരി പ്രോജക്ട്സ് നെക്സ്റ്റ് 160 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 200 ആ ഒരു റേഞ്ചാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, സോറി 200 എത്തും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 150 ആ ഒരു റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ കാനറ ബാങ്ക്, ബാങ്കിങ് സെക്ടറിൽ 465 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 500 to 525 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 420 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ഗെയിൽ നെക്സ്റ്റ് സ്റ്റോക്ക് കറൻ്റ്ലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 163 റുപ്പീസിലാണ്. സോ 220 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. 130 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. സോ ഇത്രയും സ്റ്റോക്കിലാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഒത്തിരി റെക്കമെൻഡേഷൻസ് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.